നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ആദ്യത്തെ ബജറ്റ് ഇതിനെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇത് ചില ആളുകൾ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ സ്വന്തം അലയൻസിനെ ആന്ധ്രയിലെയും ബീഹാറിലെയും അലയൻസിനെ സന്തോഷിപ്പിക്കാനായിട്ട് ആന്ധ്ര ബീഹാർ ബജറ്റ് എന്ന മട്ടിലാണ് പലരും അതിനെ വിശേഷിപ്പിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളുടെ ബജറ്റ് എന്ന മട്ടിലാണ് പല വിശകലനങ്ങൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായും ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ അത് വളരെ വ്യാപകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആന്ധ്രാപ്രദേശിന് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, ബീഹാറിന് ധാരാളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും തങ്ങളുടെ അലയൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അലയൻസിൻ്റെ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കൂടിയുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഈ സർക്കാരിൻ്റെ കൂടെ നിൽക്കുമ്പോൾ രണ്ട് പാക്കേജിന് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് അവർ ആവശ്യപ്പെട്ടിരുന്നു. ആന്ധ്ര ആയാലും ശരി, പിന്നെ ബീഹാർ ആയാലും ശരി, സ്പെഷ്യൽ സ്റ്റാറ്റസ് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രചാരവേല ഉണ്ടാക്കേണ്ടത് ഈ മോഡി സർക്കാരിൻ്റെ ആവശ്യമാണ്. അത് വളരെ ഫലപ്രദമായിട്ട് നിർമ്മല സീതാരാമൻ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രസംഗത്തിൽ മറ്റൊരു സ്റ്റേറ്റിനെ കുറിച്ചും പറയുന്ന സമയത്ത് അവർ ബീഹാറിനെ കുറിച്ചും ആന്ധ്രയെക്കുറിച്ചും പറയുന്നത് ബോധപൂർവമായ രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ ഈ കൊടുത്തിരിക്കുന്ന പണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പൈസയല്ല കൊടുത്തിരിക്കുന്നത്. വേൾഡ് ബാങ്കിൽ നിന്ന് കാശ് കടം മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയ ഇൻ്റർനാഷണൽ ഏജൻസികളിൽ നിന്ന് പണം വാങ്ങാനുള്ള ഒരു ഫെസിലിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏർപ്പാട് എന്ന മട്ടിലാണ് ബജറ്റിൽ ഇത് വച്ചിരിക്കുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് ഈ ബജറ്റിൽ അവർ പ്രധാനമായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം തങ്ങളുടെ അലയൻസിനെ കൂടെ നിർത്തുക, തങ്ങളുടെ അലയൻസിന് അവരുടെ അണികളിൽ നിന്ന് വരാനിടയിലുള്ള സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കാൻ അതിന് അവർക്ക് സഹായം നൽകുക തുടങ്ങിയ അജണ്ടകൾ തീർച്ചയായും ഈ ബജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസാണ്. രാഷ്ട്രീയമായിട്ട് നിർമ്മല സീതാരാമൻ അത് പൂർണ്ണമായിട്ടും ഫലപ്രദമായിട്ട് നിർവഹിച്ചു. അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതൊരു ആന്ധ്രാപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും ബജറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ട്രാപ്പിലേക്ക് പ്രതിപക്ഷത്തുള്ള ചിലർ ചാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെയല്ല ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് സോഷ്യൽ സെക്ടറിൽ കാലങ്ങളായിട്ട് നൽകിക്കൊണ്ടിരുന്ന പ്രാധാന്യവും അതിന് നൽകിയിരുന്ന സാമ്പത്തികമായിട്ടുള്ള ഈടുവയ്പും അതിൽ വലിയ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബജറ്റ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇന്ത്യയിലുള്ള പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സർക്കാർ നൽകുന്ന ഒരു താങ്ങൽ, ആ താങ്ങൽ പതുക്കെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് അത് വളരെ ക്ലിയറാണ്. വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക്, അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പല സഹായങ്ങളും പല പിന്തുണയും കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് നേരത്തെ നൽകിയിരുന്ന അത്ര പണം ഇത്തവണ കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതിനകത്ത് വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഒഴിച്ച് മറ്റെല്ലാ പ്രധാനപ്പെട്ട സോഷ്യൽ സെക്ടർ മേഖലകളിലും നേരത്തെ കൊടുത്തിരുന്നത് വ്യത്യസ്തമായിട്ട് ഊന്നൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സർക്കാരിൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളൊക്കെ ഞങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മുക്തരാക്കി കഴിഞ്ഞു, അവരെല്ലാം സാമ്പത്തികമായിട്ട് ശാക്തീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇത് കൊടുക്കേണ്ടതില്ല എന്ന മറ്റുള്ളൊരു ആർഗ്യുമെൻ്റ് ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു വലിയ ശതമാനം ആളുകൾ ഇന്നും വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്, വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളാണ്. ഇതൊരു എക്കണോമിക് ഫാക്റ്റാണ്. പക്ഷേ അതിനെ മറച്ചു വെച്ചുകൊണ്ട് തങ്ങൾ നേടിയിരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അത് വലിയ തോതിൽ ശാക്തീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള സോഷ്യൽ സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര വേണ്ടതില്ല എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് അവർ കൊണ്ടുവരുന്നു. അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം
വലിയ തോതിൽ ഇന്ത്യയിൽ ഇന്നും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഒരു പ്രശ്നം, അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബജറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് എന്ന് സർക്കാരിനും ബോധ്യമായിട്ടുണ്ട് എന്ന് ഈ ബജറ്റിന് ശേഷം നിർമ്മല സീതാരാമൻ നടത്തിയ പത്രസമ്മേളനത്തിലും അവർ നടത്തിയ പെർഫോമൻസ് വളരെ വ്യക്തമാണ്. അവർ പറഞ്ഞു ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ എംപ്ലോയ്മെൻറ്റ് എന്ന പേരുള്ള ഒരു അക്രോണിമാണ്. അത് അക്രോണിം നിലക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന അക്ഷരങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ തൊഴിൽ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം, തൊഴിൽ മേഖലയിൽ വികസനം ഉണ്ടാക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. തൊഴിലിൽ യുവരംഗത്ത് യുവജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന കടുത്ത അസംതൃപ്തി, യുവജനങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും കടുത്ത പ്രതിഷേധം, ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടത്തിന് വലിയ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിനെ അവരെങ്ങനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു? അത് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നത് രാജ്യത്ത് തൊഴിൽ മേഖലയിൽ വലിയ നേരിട്ടുള്ള ഇൻ്റർവെൻഷൻ വഴിയല്ല, സർക്കാരിൻ്റെ തൊഴിൽദാന രംഗത്ത് വലിയ വർധനവുണ്ടാക്കിക്കൊണ്ടല്ല, പൊതുമേഖലയിൽ ശക്തമായിട്ടുള്ള ഇൻ്റർവെൻഷൻ വഴിയല്ല. നേരെ മറിച്ച് സ്വകാര്യ മേഖലയെ വെച്ചുകൊണ്ട്, സ്വകാര്യ മേഖലയുടെ അപ്പോൾ അവർ നമ്മുടെ ഇക്കണോമിക് അഡ്വൈസർ നാഗേശ്വരൻ ഫസ്റ്റ് പറഞ്ഞത് they should invest in their self-interest, enlightened self-interest എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായിട്ട് മുന്നോട്ട് വരണം. ഏത് മുതലാളി അതിനൊക്കെ വരിക? അപ്പോൾ യഥാർത്ഥത്തിൽ എന്നിട്ടും എന്ത് ചെയ്തിരിക്കുന്നു? ഈ സർക്കാരിൻ്റെ ബജറ്റിലെ പ്രധാനപ്പെട്ട ഫോക്കസ് സർക്കാർ മേഖല വർദ്ധിപ്പിക്കലോ ശക്തിപ്പെടുത്തലോ അല്ല, മറിച്ച് സ്വകാര്യ മേഖലയുടെ സ്വാധീനത്തിന് വിധമായി സ്വകാര്യ മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു തൊഴിൽ വിതരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള പദ്ധതി, ട്രെയിനിങ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം സർക്കാരിൽ നിന്ന് കൊടുക്കുന്നു. പ്രായോഗികമായിട്ട് ഇതെങ്ങനെ സംഭവിക്കും? പ്രായോഗികമായിട്ട് ഇതെങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15,000 രൂപ ഒരാൾക്ക് കൊടുക്കേണ്ട പൈസ ഒരു സർക്കാർ ആരെ ഏൽപ്പിക്കുന്നത്? അത് കമ്പനി മുതലാളി ഏൽപ്പിക്കുന്നു. കമ്പനി മുതലാളി എന്ത് ചെയ്യും? ഈ 15,000 രൂപ കട്ട് ചെയ്തിട്ട് ശമ്പളം ഒന്ന് കുറച്ചിട്ട് ആണ് കൂലിയായിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അത് സംഭവിക്കാൻ പോകുന്നത്, നേരത്തെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ 15,000 രൂപയുടെ ആനുകൂല്യം മുതലാളി ഏൽപ്പിക്കുന്നത് വഴി ആ കാശ് കൂടി മുതലാളിയുടെ കീശയിലേക്ക് പോകും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലെ ഇൻ്റർവെൻഷൻ, 3 പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അമിതമായിട്ടുള്ള അവരെ വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു ഫോക്കസാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരിക്കലും യഥാർത്ഥത്തിൽ തൊഴിൽ മേഖലയെ അഡ്രസ്സ് ചെയ്യാൻ, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ സഹായിക്കില്ല. കാരണം എന്താണ്? ഒന്ന്, തൊഴിൽ രംഗത്ത് വ്യവസായ വാണിജ്യ നിർമ്മാണ മേഖലകളിൽ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് വേണമെങ്കിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഉണ്ടാവണം. കാർഷിക മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള വലിയ പ്രതിസന്ധി, ഏറ്റവും കടുത്ത പ്രതിസന്ധി, മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും കർഷകന് കിട്ടാത്തത് കൊണ്ട് കർഷകർ വലിയ സംഘർഷത്തിലാണ്, കർഷകർ സമരത്തിലാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ അവർ 3 നിയമങ്ങൾ കൊണ്ടുവന്നു. ആ 3 നിയമങ്ങൾ അവർക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കർഷക മേഖലയിലുള്ള ഈ വലിയ അസംതൃപ്തി എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഈ ബജറ്റിൽ അവർ പറയുന്നതേയില്ല. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഒരു ഫോക്കസ് ഒന്നും വെക്കാണ്. കാർഷിക മേഖലയിൽ ധാരാളം പണം ചിലവാക്കുന്നുണ്ട്. പക്ഷേ കർഷകൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്ന്, കർഷകന് അവന് കിട്ടേണ്ട ബേസിക് മിനിമം അത് കിട്ടുന്നത് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടികൾ നമുക്കിപ്പോഴും ഈ ബജറ്റിലും കാണാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ പൊതുമേഖലയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്ന് റെയിൽവേയാണ്. ഇന്ത്യൻ റെയിൽവേ യഥാർത്ഥത്തിൽ നേരത്തെ ഒരു സ്വന്തമായിട്ട് ബജറ്റൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ്. പക്ഷേ ഈ റെയിൽവേ അടക്കമുള്ള മേഖലകളിൽ സർക്കാർ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് അവരൊരു വാക്ക് പോലും പറഞ്ഞില്ല. വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, 3 ലക്ഷം കോടി രൂപയുടെ എങ്ങാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റെയിൽവേയിലുണ്ട്. പക്ഷേ എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് റെയിൽവേയിൽ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ആ ഒരു പേഴ്സ്പെക്റ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് മൊത്തത്തിൽ നോക്കിയാൽ ഈ ബജറ്റ്
അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ, അവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ അലയൻസിനെ സന്തോഷിപ്പിക്കാൻ, അതിനൊക്കെ ഉള്ള ശ്രമങ്ങൾ അതിലുണ്ടെങ്കിൽ പോലും അടുത്ത 5 വർഷക്കാലത്തേക്ക് ഇന്ത്യ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഇക്കണോമിക് പോളിസി പെർസ്പെക്റ്റീവ് എന്താണ്? എങ്ങനെയാണ് ഇന്ത്യ അതിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ പോകുന്നത്? എങ്ങനെയാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഗുരുതരമായ പ്രതിസന്ധികളെ ഈ രാജ്യം എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഇന്ന് ഗ്ലോബലായിട്ടുള്ള ആഗോളാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ ബജറ്റിൽ 1.5 മണിക്കൂർ ഏറെ നേരം അവർ നടത്തിയ അവരുടെ ബജറ്റ് പ്രസംഗത്തിലോ പിന്നീട് അവർ പത്രസമ്മേളനത്തിൽ അവരെന്താ ചെയ്തത്? ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഒന്നുകിൽ ആ സെക്രട്ടറിയോട് പറയും, അല്ലെങ്കിൽ ഈ സെക്രട്ടറിയോട് പറയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് ഈ ബജറ്റിന് നമുക്ക് കാണാൻ കഴിയുക. ഈ ബജറ്റ് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം സ്വകാര്യ മേഖലയിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ഓഹരി വിപണിയിൽ നിന്ന് കുറച്ച് പണം ഇങ്ങോട്ട് വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കൂട്ടിയിട്ടുണ്ട്, ഓഹരി വിപണിയിൽ കുറച്ച് ടാക്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പം ഒരു ഭാഗത്ത് ഓഹരി വിപണി വരുന്ന ഫോറിൻ ഇൻവെസ്റ്റർ അവർ പെട്ടിട്ട് പോകും. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഓഹരി വിപണിയിൽ തുടർച്ചയായിട്ട് തകർച്ചയാണ്, നിരന്തരമായിട്ട് തകർച്ചയാണ്. കാരണം ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടി ഈ പരിപാടി നിർത്തിയിട്ട് പോവുകയാണ്. കാരണം അവർക്ക് ലാഭം കിട്ടില്ല. കാരണം 10% ടാക്സ് 20% കൊടുക്കണമെങ്കിൽ അവരെല്ലാം ഡേ ടു ഡേ ട്രേഡിങ്ങിലാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പം മാക്സിമം ലാഭം ഉണ്ടാക്കിയാൽ പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൻ്റെ അഭാവമാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. നേരത്തെ അവർ ഉന്നയിച്ചിരുന്ന, ഉദാഹരണത്തിന് അവരുടെ ബജറ്റിൽ, കഴിഞ്ഞ ബജറ്റിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇന്ത്യയെ $5 ട്രില്യൺ ഇക്കോണമി ആക്കി മാറ്റുന്നതായിരുന്നു. അപ്പോൾ ഈ $5 ട്രില്യൺ കുറിച്ച് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. 5 ട്രില്യണിൽ എത്ര ട്രില്യൺ ആയിരുന്നോ, എന്ത് നേട്ടം കിട്ടിയെന്നോ, അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ എന്ത് തരത്തിലുള്ള നേട്ടങ്ങളിലേക്കാണ് ഇന്ത്യ പോകാൻ പോകുന്നതെന്നോ, ഇതിനെക്കുറിച്ച് ഒന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അതിന് തൊട്ട് മുമ്പ് തലേന്ന് ഇക്കണോമിക് സർവേ അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നടത്തിയ പ്രസംഗത്തിലും സർവേയുടെ ഫൈനാൻഷ്യൽ അഡ്വൈസർ നടത്തിയ സമ്മേളനത്തിലൊക്കെ തന്നെ വലിയ ഒരു കാഴ്ചപ്പാട് കാണണം. അതെന്താ വെച്ചാൽ ചൈന ഒരു വലിയ ത്രെട്ടായിട്ട് വരുന്നു, ചൈനയുടെ ത്രെറ്റിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും തുടങ്ങിയ പ്രശ്നങ്ങൾ, ചൈനയുമായിട്ട് ഒരു സാമ്പത്തിക രംഗത്ത് ഒരു മത്സരത്തിന് ഇന്ത്യൻ സർക്കാർ തയ്യാറാവുകയാണ് എന്നൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത്. ബജറ്റിന് മുമ്പുണ്ടായിരുന്ന ഈ ഇക്കണോമിക് സർവേയിലൂടെ നമുക്ക് കിട്ടുന്നത് ചൈനയുമായിട്ടൊരു ആഗോള മത്സരത്തിന് ഇന്ത്യ പോകാൻ പോകുന്നുള്ളതാണ്. പക്ഷേ ചൈനയുമായിട്ടൊരു ആഗോള മത്സരത്തിന് പോകുമ്പോഴും നമ്മൾ അമേരിക്കയുടെ ട്രാപ്പിൽ ചെന്നുപെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നും ചൈനയായിട്ടുള്ള മത്സരമായിരുന്നു. അതെവിടെയാണ് അമേരിക്ക എത്തിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അമേരിക്കയ്ക്ക് ഒരു ഗുണവും കിട്ടിയില്ല. യഥാർത്ഥത്തിൽ ചൈനയുടെ സാമ്പത്തിക രംഗത്ത് ചൈന മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള, അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് യോജിച്ച തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി ബിൽഡ് ചെയ്യാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. അമിതമായ ഒരു ചൈന ഫോക്കസ് ഈ ബജറ്റിൻ്റെ പിന്നിലെ തിങ്കിങ്ങിലുണ്ട്, പ്രത്യേകിച്ച് ഇക്കണോമിക് സർവേയിലെ തിങ്കിങ്ങിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ചൈനയെ എന്താ പറയുക മൂലയിലിരുത്തലല്ല, മറിച്ച് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊരു കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ശാക്തീകരിച്ചു കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ഈ ബജറ്റിൽ യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്.